ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എൻ്റെ മകൻ്റെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിവലിൽ ഞാൻ തയ്യാറാക്കി കൊടുത്തിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ശരി, നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതിന് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ 250 കപ്പലിൽ 1 കപ്പും പിന്നെ 1/4 കപ്പ് മൈദയുമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇനി 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലവണ്ണം 3 തവണയെങ്കിലും ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 തവണ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഞാൻ 6 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട നല്ലവണ്ണം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഏകദേശം മുട്ടയുടെ കളറൊക്കെ മാറി ഒരു ക്രീമി ടെക്സ്ചർ ആകുന്നവരെ നമുക്ക് മുട്ട നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം. എങ്കിലാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഏകദേശം നമ്മുടെ മുട്ട നല്ലവണ്ണം ഒരു ക്രീമി ടെക്സ്ചറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഓയിൽ ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരുപാടങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ എല്ലാ പൊടികളും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കണം. ഇതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കേക്ക് ടിന്നിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ പേപ്പറൊക്കെ 4 സൈഡിലും നടുവും ഞാനിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ തടവിന് ശേഷം അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തതാണ്. ഇനി കേക്കിൻ്റെ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് ഞാൻ ഓവനിലൊന്ന് അല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ബിരിയാണി ചെമ്പ് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു റിങ് താത്തിയിട്ട് നമ്മുടെ കേക്ക് ടിന്ന് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 45 മിനിറ്റോളം ഏകദേശം എനിക്ക് ഒരു മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ചൂടിനനുസരിച്ച് ഇരിക്കും നമ്മുടെ കേക്ക് ബേക്കാവുന്ന ടൈം. അപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ലവണ്ണം ബേക്കാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്കുള്ള ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീം ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതിൽ പഞ്ചസാര ഉള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിതാണ് യൂസ് ചെയ്യാറ്. ഇത് നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഐസും കട്ട ഇട്ടിട്ട് തണുത്ത വെള്ളത്തിൽ നമ്മൾ ഈ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് ക്രീം ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ക്രീം നല്ലവണ്ണം സ്റ്റിഫായിട്ട് തന്നെ കിട്ടും. ഒട്ടും തന്നെ ലൂസായി പോവില്ല. കാരണം ഇതിൽ ഓൾറെഡി തണുപ്പുള്ളത് കൊണ്ട് തന്നെ ആ വെള്ളത്തിൻ്റെ തണുപ്പും കൂടി ആകുമ്പോൾ നമ്മുടെ ക്രീം എപ്പോഴും തണുത്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ലൂസായി പോവില്ല. തണുപ്പ് പോകുമ്പോഴാണ് നമ്മുടെ ക്രീം ലൂസായി പോവുക. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് ക്രീം നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഏകദേശം ക്രീം ഇവിടെ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അതിലേക്ക് അതിനുവേണ്ടി ഒരു കേക്ക് ബോർഡ് നമ്മൾ
ടേൺ ടേബിൾ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കേക്ക് ഇങ്ങനെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഓരോ ലെയറും നമുക്ക് വെച്ച് കൊടുക്കാം. ആദ്യം ഒരു ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ 1 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് ഒരു 1/4 കപ്പ് ജെറീസ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വെള്ളം മെൽറ്റ് ചെയ്തെടുത്തതാണ്. എങ്കിൽ നമ്മുടെ ആ ഒരു ഷുഗർ സിറപ്പിന് ആ ഒരു ജെറീസിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്കിതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിൽ ഇങ്ങനെ ഇതുപോലെ ക്രീം ഇട്ടിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ ആകുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിതുപോലെ എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രെഡ് ആക്കിയിട്ടൊന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം എല്ലാ ഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ചെറീസും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറീസും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് രണ്ടാമത്തെ ലെയറും ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പും ഇതുപോലെ ഒന്ന് നല്ലവണ്ണം എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്രീം അപ്ലൈ ചെയ്തിട്ട് എല്ലാ ഭാഗത്തുനിന്ന് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റും ചെറീസും ഇതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ട് മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുക്കണം. ഇനി മൂന്നാമത്തെ ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നല്ലവണ്ണം ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ക്രീമെല്ലാം അപ്ലൈ ചെയ്ത് നമ്മുടെ കേക്ക് ഒന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ചോക്ലേറ്റ് 4 സൈഡിലും നമുക്കിതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡിലൊന്ന് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. ഇങ്ങനെ ചോക്ലേറ്റ് എല്ലാ ഭാഗത്തും ഞാനിവിടെ ഇതുപോലെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നോസൽസ് വെച്ചിട്ട് ചെറിയ ഫ്ലവർ ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചെറീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറീസും ഇതുപോലെ എല്ലാ ഭാഗത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. 1.5 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ എൻ്റെ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.